നമുക്കറിയാമല്ലോ, അവസാന കാലത്ത് ഖിയാമത്ത് നാളിൽ ഈമാനും ഇസ്ലാം മദീനയിലേക്ക് ചുരുങ്ങും. മക്കയിൽ കാബയൊക്കെ തകർക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ പോലും മദീന ഒരു സംരക്ഷിത കേന്ദ്രമായി നിലനിൽക്കും എന്ന് നമുക്ക് സ്വയ ഹദീസിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ലഭിച്ചതോടുകൂടി ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും ഒളിച്ചും പാത്തുമൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. ഒറ്റയ്ക്ക് പോയ ആളുകളുണ്ട്, ഒളിച്ചുപോയ ആളുകൾ, വാഹനങ്ങളില്ലാതെ കാൽനടയായി പോയ ആളുകൾ, കിട്ടിയതെടുത്ത് ഓടിയ ആളുകൾ, അങ്ങനെ പല നിലക്കുമുള്ള ആളുകളെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ കഴിയും. ഹിജ്റ എന്നുള്ള ഒരു പദം നമ്മൾ ഇന്ന് ആ ഹിജ്റ എന്നുള്ള ആ ഒരു വലിയ സംഭവത്തിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇസ്ലാമിക കലണ്ടർ ആ രൂപത്തിലാണ് നമ്മൾ നോക്കി വരുന്നത്, ഹിജ്റയുടെ പേരിൽ, ഹിജ്റയുടെ ഓർമ്മയിൽ. പക്ഷെ ഹിജ്റ എന്നുള്ള പേര് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് എങ്കിലും ഹിജ്റ എന്നതിനെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, ഹിജ്റ എന്നതിനെ ഒന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് മാറി നിന്ന് നമ്മുടെ മനസ്സിനെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ചിന്തിച്ചാൽ എത്രമാത്രം ഭയങ്കരമായിരുന്നു ഹിജ്റ എന്ന് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടും. ഹിജ്റ എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും ആ വാക്കിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നു. അവർക്ക് തന്നെ അറിയാവുന്ന വിവരങ്ങൾ വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിജ്റ എന്തുമാത്രം വിഷമതകൾ നിറഞ്ഞതായിരുന്നു, ഹിജ്റ എന്തുമാത്രം ഭയപ്പാടിന്റെ ഒരു അവസ്ഥയായിരുന്നു, ആ ഒരു കാലഘട്ടമായിരുന്നു ഹിജ്റ. അതുപോലെ തന്നെ സീറ പണ്ഡിതന്മാർ പറയുന്നത് പോലെ തന്നെ ഹിജ്റ എന്നതിന്റെ അർത്ഥം വെറും ഹിജ്റ എന്ന് പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കാനുള്ളത് ഇല്ല ഇഹ്ദാറുൽ മസാലിഹ്, എന്തൊക്കെ ജീവിതത്തെ ഉണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുക, അതിന്റെയൊക്കെ നാശം കാണുക എന്നതായിരുന്നു ഹിജ്റ. തന്റെ കയ്യിലുള്ളതൊക്കെ മുഴുവൻ ഉപേക്ഷിക്കുക എന്നതായിരുന്നു ഹിജ്റ. വത്തളഹിയത്തു ബിൽ അംവാൽ, മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച സമ്പത്തുകൾ മൊത്തം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ. വന്നജാതു ബിശ്ശഖ്സി ഫഹസ്ബ്, ജീവനും കൊണ്ട് ഓടേണ്ടി വരുന്ന അവസ്ഥ. ഒരുപക്ഷെ ധരിച്ചിരുന്ന വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് ഓടിയ സ്വഹാബാക്കളുണ്ട്. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പത്തും തന്റെ വസ്തുവകകളും മൊത്തം ഇസ്ലാമിന് വേണ്ടി ഒഴിവാക്കി മദീനയിലേക്ക് ഹിജ്റ പോയ ആ സീറ പണ്ഡിതന്മാർ പറയുന്നത് പോലെ വന്നജാതു ബിശ്ശഖ്സി ഫഹസ്ബ്, സ്വന്തം ജീവന് സ്വന്തം ശരീരം കൊണ്ട് മാത്രം ഓടിപ്പോയ പലായനം ചെയ്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മാൽ ഇശ്ആരി ബിഅന്നഹു മുസ്തബഹുൻ മൻഹൂം, സീറ പണ്ഡിതന്മാരുടെ വാചകങ്ങളാണ്. അഥവാ ആ മദീനയിലേക്കുള്ള ഓരോ കാലടിയും, മദീനയിൽ മക്കയിൽ നിന്ന് ഇതൊക്കെ ഉപേക്ഷിച്ച് വേർപെട്ടു പോകുമ്പോൾ മദീനയിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ കാലടിക്ക് പിന്നിലും മരണം ഒളിച്ചിരിക്കുന്നു എന്ന് ഓരോ സ്വഹാബികൾക്കും അറിയാം. ഓരോ കാലടിക്ക് പിന്നിലും ഖുറൈശികളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടാൽ, വഴിയിൽ വെച്ച് ഖുറൈശികളുടെ അനുഭാവമുള്ള മുസ്ലിങ്ങളുടെ എതിർപ്പുള്ള ഒരു മനുഷ്യൻ കണ്ടുമുട്ടിയാൽ അയാൾ ആയുധം കൊണ്ട് കൊലപ്പെടുത്താൻ കഴിയുന്ന, അയാൾ പിടിച്ച് മക്കക്കാർക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ആ ഭയം, മരണഭയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് മുഹാജിറുകളൊക്കെയും ഹിജ്റ പോയത്. ഒരുപക്ഷെ ഇറങ്ങുമ്പോൾ തന്നെ മരിച്ചേക്കാം, അല്ലെങ്കിൽ നടുക്ക് വെച്ച് യാത്രക്കിടയിൽ മരുഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് ഭക്ഷണമില്ലാതെ തളർന്നു വീഴാം, ശത്രുക്കൾ കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ മദീനയിൽ എത്തുന്നതിന് മുമ്പ് അവസാന ഘട്ടത്തിൽ മരിച്ചേക്കാം. എവിടെയാണ് മരണം എന്നറിയാതെ മരണം ഓരോ കാലടിയിലും മരണം ഒലിപ്പിച്ചുകൊണ്ട് നടന്ന മുഹാജിറുകളെയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ അത്രത്തോളം ഭയാനക തന്നെയായിരുന്നു, ഹിജ്റ അത്രത്തോളം വലിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നിന്ന് നമുക്ക് വളരെ സിമ്പിളായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ ഹിജ്റയെ പേരുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ആ ഹിജ്റയുടെ ആഴം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഹിജ്റ പോയ ഓരോ ആളുകളുടെ സംഭവങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഹിജ്റ ഉണ്ടായതോടുകൂടി തന്നെ ഹിജ്റ എന്ന് പറയുന്ന സംഭവം ഖുറൈശികൾ ഇങ്ങനെയുള്ള, നേരത്തെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പോലെ ആളുകളെ പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുറൈശികൾ എപ്പോഴും ആരെങ്കിലും നമ്മുടെ കൺമുമ്പിലൂടെ രക്ഷപ്പെടുന്നുണ്ടോ എന്ന് വളരെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്നാണ് കുറെ ആളുകൾ രക്ഷപ്പെടുന്നത്. ചരിത്രകാരന്മാർ പലരെയും ആദ്യമായി ഹിജ്റ ചെയ്ത ആളുകളായി എണ്ണിയിട്ടുണ്ട്. അതിൽ കുറെ ചരിത്രകാരന്മാർ, സീറ ചരിത്രന്മാരൊക്കെയും പറഞ്ഞ ഒരു സ്വഹാബി അബൂ സലമ റളിയല്ലാഹു അൻഹുവാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു. എന്നാൽ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അദ്ദേഹം ഈ രണ്ടാം അഖബ ഉടമ്പടിക്ക് അതിനും ഒരു വർഷം മുമ്പായിരുന്നു ഹിജ്റ പോയത് എന്നാണ് ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചില സ്വഹാബികൾ, ആമിർ ഇബ്നു റബീഅ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലൈല, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തുടങ്ങിയ സ്വഹാബികളൊക്കെ ആദ്യം ഹിജ്റ പോയ സ്വഹാബികളുടെ കൂട്ടത്തിൽ സീറ ചരിത്രകാരന്മാർ എണ്ണുന്നതായി കാണാൻ കഴിയും.
അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത് ആ ഒരു സംഭവം പ്രസിദ്ധമാണ്. അദ്ദേഹം ഹിജ്റ പോകാനായി കാര്യങ്ങളൊക്കെ ശരിയാക്കി അദ്ദേഹം വാഹനപ്പുറത്ത് കയറി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്, മകനുണ്ട് കൂടെയുണ്ട്. പോകാനായി ഒരുങ്ങുമ്പോഴാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ വന്നു. അബൂ സലമ, നീ മുസ്ലിം ആയത് ഓക്കെ ശരി, പക്ഷേ നിന്റെ മകനെ കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കില്ല. ആ മകൻ നമ്മളെ കുടുംബക്കാരാണല്ലോ, നീ നമ്മളെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയി അത് നമ്മൾ അംഗീകരിക്കുള്ളൂ, നീ പോയിക്കും. പക്ഷെ ഈ മകൻ ഇവിടെ നിൽക്കും. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാർ വന്ന് പറഞ്ഞു, അബൂ സലമ നീ പോയത് ശരി, പക്ഷെ ഞങ്ങളുടെ പെണ്ണിനെ, ഞങ്ങളുടെ മകളെ, ഞങ്ങളുടെ കുടുംബക്കാരെയായി ഈ ഗോത്രത്തിലെ ഉമ്മു സലമയെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ല, അത് ഞങ്ങൾക്ക് തന്നെ വേണം, നീ യസ്രിബിലേക്ക് പോയിക്കോ. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ആദ്യം പിച്ചു ചിന്തപ്പെട്ട വേർപെടുത്തപ്പെട്ട ഒരു കുടുംബങ്ങളിൽ ഒന്നാണ് ഉമ്മു സലമ, അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുമ ഇവരുടെ കുടുംബം. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നത്. മകൻ സ്വന്തം കുടുംബത്തിന്റെ അടുത്ത്, ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബത്തിന്റെ അടുത്ത്. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും വൈകുന്നേരം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി വിഷമത്തോടുകൂടി കരയുന്ന സന്ദർഭം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയും. അങ്ങനെ അവസാനം അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വിഷമം കണ്ട് ഇവരെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇവരുടെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഇവരെ വേർപെടുത്തി ഇങ്ങനെ ഇരുത്തിയിട്ട് നമുക്കെന്താണ് ഗുണം, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ കുടുംബത്തിലുള്ള അന്ന് മുസ്ലിം അല്ലാത്ത ആളുകൾ തന്നെ പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുവദിച്ചപ്പോൾ മകനെയും പോകാൻ അനുവദിക്കാൻ ആ മകന്റെ അബൂ സലമ റളിയല്ലാഹു അൻഹു കുടുംബക്കാർ മകനെയും വിട്ടുകൊടുത്തു. അങ്ങനെ ഒറ്റക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മകനും കൂടി മദീന ലക്ഷ്യമാക്കി നടന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉണ്ടായ ഹിജ്റയുടെ ആ കുടുംബത്തിന്റെ സംഭവമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഏകദേശം 400-500 വരുന്ന, 400-നും 500-നും ഇടയിൽ വരുന്ന മക്കൾക്കും മദീനക്കും ഇടയിലുള്ള ദൂരം ഒറ്റക്ക് താണ്ടാം എന്ന് ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇറങ്ങുന്നത്. പക്ഷേ അവർ തന്നഈം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, തന്നഈം എന്ന് പറയുന്ന സ്ഥലം ഇന്നും ഹജ്ജിന് പോകുന്ന ആളുകൾ കാണുന്ന ഒരു സ്ഥലമാണ്. തന്നഈം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഉസ്മാൻ ഇബ്നു അബീ തുൽഹ എന്ന മനുഷ്യൻ, അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം അയാൾ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു ഉസ്മാൻ ഇബ്നു അബീ തുൽഹ. അയാൾ മുസ്ലിം ആയിരുന്നില്ല. അയാളുടെ അടുക്കലാണ് കാബയുടെ താക്കോലുള്ളത്. കാബയുടെ താക്കോൽ സൂക്ഷിക്കാനുള്ള അവകാശമുള്ളത് ഉസ്മാൻ ഇബ്നു അബീ തുൽഹക്കായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുമ്പോൾ കാബയുടെ താക്കോൽ വാങ്ങുന്നത് ഉസ്മാൻ ഇബ്നു അബീ തുൽഹയിൽ നിന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു തുൽഹത്ത് ഇബ്നു അബീ തുൽഹ എന്ന് പറയുന്ന മനുഷ്യൻ ഇവരെ കണ്ടുമുട്ടി. അപ്പോൾ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒരുമിച്ച് പോകുന്നു ഉമ്മു സലമ എന്ന് മനസ്സിലായി. മുസ്ലിം ആയതുകൊണ്ട് തന്നെ മദീനയിലേക്ക് ഹിജ്റ പോയെന്ന് മനസ്സിലായി. അയാള് മുശ്രിക്കായ ആ മനുഷ്യൻ, അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുകയും ഖുബാ വരെ, മദീനയുടെ അടുത്ത് ഖുബാ വരെ, മദീന എത്തോളം, ഖുബാ കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ മദീനയിലേക്ക്, ഖുബാ വരെ ഇവരെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. ഖുബായിൽ എത്തിയപ്പോൾ നിങ്ങളെ ഭർത്താവ് ഇവിടെ ഉണ്ടാകാനാണ് ചാൻസ്, ഇവിടെ ഉണ്ടാകും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. വളരെ നല്ല മനുഷ്യരായിരുന്നു അദ്ദേഹം. വളരെ വിശ്വസ്തയോടുകൂടി യാതൊരു വിധത്തിലും യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാതെ അദ്ദേഹം അവരെ ഹിജ്റ എന്ന് പറയുന്ന വലിയൊരു കടമ്പ, അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ആ ഒരു കടമ്പ കടക്കാൻ അവരെ സഹായിച്ച ഒരാളായിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അബീ തുൽഹ. അങ്ങനെ പിന്നീട് അയാൾ മക്കയിലേക്ക് തിരിച്ചുപോയി.